കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പോക്കോഫോൺ യൂസേഴ്സിനുള്ള ഒരു സന്തോഷ വാർത്തയെക്കുറിച്ചാണ്. പോക്കോഫോൺ വന്നത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ചീപ്പസ്റ്റ് കോസ്റ്റിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നുള്ള രീതിയിലാണ് ഷിയോമി മാർക്കറ്റിലേക്ക് പോക്കോഫോൺ കൊണ്ടുവന്നത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സും നല്ല സ്പെസിഫിക്കേഷൻസും ആയിട്ടാണ് പോക്കോഫോൺ വന്നതെങ്കിലും പോക്കോഫോൺ ഹേറ്റേഴ്സ്, അതായത് ഭയങ്കര വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളും പല ആളുകളും പോക്കോഫോണിന് ഓപ്പോസിറ്റായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കംപ്ലയിൻറ്റ്സ് വന്നു. അതിൽ പ്രധാനമായിട്ട് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല, അതുകൊണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടുന്നില്ല, പിന്നെ ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം MIUI സ്കിന്നിൽ കുറേ അഡ്വർടൈസ്മെൻറ്റ് വരുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കംപ്ലയിൻറ്റ്, പിന്നെ ഡിസ്പ്ലേൻ്റെ കംപ്ലയിൻറ്റ്, ഇതൊക്കെ പല ആളുകളും കംപ്ലയിൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞ് പോക്കോഫോണിൻ്റെ മാർക്കറ്റ് ഇടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്നത് പോക്കോഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബഗ് ഫിക്സിങ്ങും അതുപോലെ കംപ്ലയിൻറ്റ് റിസോൾവിങ്ങും ആയിട്ട് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കംപ്ലയിൻസും ബഗ്സൊക്കെ മാറ്റിയിട്ട് ഫോൺ സൂപ്പറാക്കാനുള്ള ശ്രമത്തിലാണ് ഷിയോമി എന്നാണ് കേൾക്കുന്നത്. ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടായിരുന്നു പോക്കോഫോണിലെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച്. MIUI സ്കിന്നിൽ അപ്ഡേറ്റ് വരും, പക്ഷേ ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഇതാ ഒരു ഒഫീഷ്യൽ തന്നെ കൺഫർമേഷൻ തന്നിരിക്കുകയാണ്. ട്വീറ്റിലൂടെ ഇന്ത്യയുടെ പോക്കോ പ്രോഡക്റ്റ് ഹെഡാണ് കൺഫർമേഷൻ തന്നിരിക്കുന്നത്. ഒരാൾ ചോദിച്ച ചോദ്യത്തിന് ആൻസറായിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആൻഡ്രോയിഡ് P&Q തരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണത്രേ പോക്കോ കമ്പനി. അദ്ദേഹം ഒരിക്കലും ഒരു വെറും വാക്ക് പറയാൻ വേണ്ടി സാധ്യതയില്ല, ബിക്കോസ് ഇതൊരു ഒഫീഷ്യൽ പേഴ്സൺ ആണ്, വെറുതെ ഒരാൾ പറഞ്ഞിട്ട് പോയില്ല. ഷിയോമി വളരെ സീരിയസ് ആയിട്ടാണ് പോക്കോ F1 കാണുന്നതെന്നാണ് ഇപ്പോൾ ഈ ഒരു ട്വീറ്റും കാര്യങ്ങളും വന്നതോടെ നമുക്കറിയുന്നത്. ആക്ച്വലി ഇങ്ങനെ ആൻഡ്രോയിഡ് P&Q അപ്ഡേറ്റ് തരാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റ് ഫോൺ തന്നെയാണ് പോക്കോ. കാരണം നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ്, അടിപൊളി സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ആണ് പോക്കോയിലുള്ളത്. പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ളൊരു ഫോണാണ്. ഇപ്പോൾ ഇതാ ആൻഡ്രോയിഡ് അപ്ഡേറ്റും. MIUIയിൽ ആഡ് വരുന്നു എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ആഡ് ഡിസേബിൾ ചെയ്യാനും ഓഫ് ചെയ്ത് വെക്കാനും ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെയുള്ള ഓപ്ഷൻ അവൈലബിൾ ആയതോടുകൂടി ആ ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് മെയിൻ പ്രശ്നമായിട്ട് കുറേ ആൾക്കാർ പറയുന്നത്. ഡിസ്പ്ലേൻ്റെ ഉൾപ്പെടെയുള്ള പല ബഗ്സും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയോമിയിലുള്ള ടീംസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പോക്കോയിൽ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ആവും. അതിലൊന്ന് ഡാർക്ക് മോഡ് ഇൻ ആപ്പ് ഡ്രോയർ ആണ്, പിന്നെ 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് ഇൻ ക്യാമറ ആപ്പാണ്. അതിൻ്റെ കൂടെ നെറ്റ്ഫ്ലിക്സ് HD സ്ട്രീമിങ്ങും ലഭ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ പോക്കോഫോൺ ശരിക്കും ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. കുറച്ച് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയതല്ലേ, ഈ മോഡലിന് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയ ഒരു ടീം തന്നെയാണ് ഷിയോമി. കാരണം ഷിയോമിയുടെ ഫോൺസൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു റിപ്പോർട്ട് പ്രകാരം 10K 15K, അതായത് 10,000-നും 15,000-നും ഇടയിലുള്ള ഫോൺസിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫോൺസ് ഷിയോമിയുടെ ഫോൺസ് ആണ് എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോക്കോ ഇവരൊരു മെയിൻ സബ് ബ്രാൻഡ് തന്നെയാണ്. പോക്കോയുടെ F1 അത്രയും അവർ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫോണിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ വാല്യൂ ഫോർ മണി എന്ന ടാഗ് ലൈനിൽ വന്നിട്ടുള്ള ഫോൺ, ചീപ്പസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിശേഷിപ്പിച്ച ഫോൺ അതിന് പറ്റിയ ഫോൺ തന്നെയാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ബഗ് ഫിക്സിങ്ങും കാര്യങ്ങളും വന്ന് യൂസേഴ്സിന് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വരുമ്പോൾ പോക്കോ ഫോൺ ഈ ബെസ്റ്റ് ഫോണുകളുടെ കൂട്ടത്തിൽ മുൻനിരയിലേക്ക് തന്നെ എത്തും. ആക്ച്വലി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ $300 ആണ് വരുന്നത്. 22,000 പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു അടിപൊളി പോക്കോഫോൺ സ്വന്തമാക്കാം. കുറേ ഫീച്ചേഴ്സും ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 845 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത്രയും സൂപ്പർ തന്നെയാണ്. അപ്പോൾ പോക്കോഫോണിൽ ഈ അപ്ഡേറ്റ് ഏറ്റവും ബെസ്റ്റാണ്. പോക്കോഫോൺ യൂസേഴ്സിന് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. എനിവേസ്, ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ടെക് മലയാളത്തിൽ അടുത്ത ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.